വിദേശ തൊഴിൽ പരിശീലനത്തിനും തൊഴിലവസരങ്ങൾക്കും ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കളമശ്ശേരി. പഠിച്ചാൽ ജോലി ഉറപ്പാണ്. കോൺഗ്രസിന് കൃത്യമായിട്ടുള്ള ലക്ഷ്യബോധങ്ങൾ ആന്ധ്രാപ്രദേശിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത് രേവന്തിൻ്റെ ചില വാക്കുകളിലൂടെയാണ്. തൻ്റെ സുഹൃത്തും തൻ്റെ രാഷ്ട്രീയ ഗുരുവുമായിട്ടുള്ള ചന്ദ്രബാബു നായിഡുവിനെ മെരുക്കിയെടുക്കാനും BJPയുമായുള്ള ബാന്ധവം ഉപേക്ഷിക്കാനും രേവന്ത് റെഡ്ഡി പുതിയ പ്ലാൻ ഇറക്കുകയാണ്. എങ്ങനെയും ആന്ധ്രാപ്രദേശിൽ കോൺഗ്രസ് തിരിച്ചു കയറാൻ ഏതൊക്കെ രീതിയിൽ കളിക്കാമോ അതെല്ലാം ചെയ്യാൻ വേണ്ടി രേവന്ത് റെഡ്ഡി തയ്യാറായി നിൽക്കുകയാണ്. ആന്ധ്രയുടെ വിഭജനത്തിന് ശേഷം തെലങ്കാന പൂർണ്ണമായും ചന്ദ്രശേഖർ റാവുവിൻ്റെ കൈപ്പിടിയിലായിരുന്നപ്പോൾ രേവന്ത് നടത്തിയ പോരാട്ടം നമുക്കറിയാം. അന്ന് അദ്ദേഹം തെലങ്കാനയിലെ കോൺഗ്രസ് അധ്യക്ഷനായിരുന്നു. അതാണ് വിജയം കണ്ടതും 9 കൊല്ലത്തെ ഭരണത്തിന് ശേഷം ചന്ദ്രശേഖർ റാവുവിൻ്റെ പാർട്ടി ഇന്ന് നാമാവശേഷമാകുന്ന രീതിയിൽ മാറിയത്. വാസ്തവത്തിൽ അതിൻ്റെ എല്ലാം ചുക്കാൻ പിടിച്ചത് രേവന്ത് റെഡ്ഡിയും വിശ്വസ്തരായ പാർട്ടി പ്രവർത്തകരുമാണ്. ഇതേ പ്ലാൻ കൃത്യമായി ആന്ധ്രയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. അതായത് ഇനി ജഗൻമോഹനെ പാർട്ടിയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക അത്ര എളുപ്പമുള്ള കാര്യമല്ല. കോൺഗ്രസുമായി ജഗൻമോഹന് അടുക്കണമെന്നുണ്ടെങ്കിലും പല കേസുകളും നിൽക്കുന്നതുകൊണ്ട് കോൺഗ്രസോ ഇന്ത്യ സഖ്യവുമായോ YSR കോൺഗ്രസ് അടുപ്പം കാണിച്ചാൽ BJP അപ്പോൾ തന്നെ ജഗനെ ലോക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ ജഗൻ്റെ അണികളെ കോൺഗ്രസിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ഓപ്പറേഷനാണ് ആന്ധ്രയിൽ വിഭിന്നമായി നടന്നുകൊണ്ടിരിക്കുന്നത്. 2029 അട്ടിമറികളൊന്നും നടന്നില്ലെങ്കിൽ ഇനി അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അതിനു മുൻപ് തന്നെ 2027 സെൻസസിനോടനുബന്ധിച്ച് ഈ രാജ്യത്ത് മണ്ഡല വിഭജനം പൂർത്തീകരിക്കപ്പെടുകയും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ പരമാവധി അവരെ വീർപ്പുമുട്ടിക്കുന്ന രീതിയിൽ അവരുടെ ആനുകൂല്യങ്ങൾ വെട്ടിച്ചിരിക്കുന്ന രീതിയിലേക്ക് BJP അവരുടെ സിദ്ധാന്ത നയങ്ങൾ കൂടുതൽ വ്യക്തമായി രൂപീകരിക്കും. ദക്ഷിണേന്ത്യയും ഉത്തരേന്ത്യയും തമ്മിലുള്ള വലിയൊരു വിഭജനം അത് എക്കോണമിയുടെ കാര്യത്തിലായിരുന്നാലും GDPയുടെ കാര്യത്തിലായിരുന്നാലും ഒക്കെ കൊണ്ടുവരും. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും GST കൃത്യമായി കിട്ടുന്നുണ്ട്. ഇവിടെ നിന്നും പിടിച്ചെടുക്കുന്ന നികുതി കേന്ദ്രവിഹിതം കൃത്യമായി കേന്ദ്രത്തിന് കിട്ടുന്നുണ്ട്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ പരിപൂർണമായി നൽകുന്നില്ല, സഹകരിക്കുന്നില്ല. എന്നാലും BJPക്ക് കൂറ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളോടാണ്. കാരണം ഏറ്റവും കൂടുതൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് BJP അധികാരത്തിലുള്ളത്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ BJP ഇപ്പോൾ ആകെ ശോകമായ അന്തരീക്ഷമാണ്. BJPക്ക് അപ്പോൾ അവർ അധികാരത്തിലുള്ള സ്ഥലങ്ങളിൽ മാത്രം ആനുകൂല്യങ്ങൾ കൂടുതൽ കൊടുത്താൽ മതി. കാരണം ഭാരതത്തിൽ അധികാരത്തിലെത്താൻ അവർക്ക് ദക്ഷിണേന്ത്യ വേണമെന്നില്ല. അത്രയേറെ ദക്ഷിണേന്ത്യയുടെ സാഹചര്യം മാറിയിരിക്കുന്നു. ഈ രാജ്യത്തിൻ്റെ GDPയുടെ 50%-ലധികവും ദക്ഷിണേന്ത്യയിലെ ഈ 4 സംസ്ഥാനങ്ങൾ നൽകുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ അവർക്ക് അർഹമായ യാതൊരു പരിഗണനയും കൊടുക്കുന്നില്ല എന്നതാണ് വാസ്തവം.